To basic chemistry, 10th CBSE second chapter acids, bases and salts ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. You have been provided with 3 test tubes. One of them contains distilled water and the other 2 contains an acidic solution and a basic solution respectively. If you are given only red litmus paper, how will you identify the contents of each test tube? Okay, so you have been provided with 3 test tubes. One of them contains distilled water. So, one test tube is distilled water and so the other 2 contain acidic solution and basic solution respectively. If you are given only red litmus paper. So, നമുക്ക് തന്നിട്ടുള്ള red litmus paper മാത്രമാണ് തന്നിട്ടുള്ളത്. How will you identify the contents of each test tube? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഓരോ ടെസ്റ്റ് ട്യൂബിലും ആസിഡ് ആണോ ബേസ് ആണോ അല്ല ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ആസിഡ്സ് ആണ് അല്ലേ. ആസിഡ് സൊല്യൂഷൻ ആണെങ്കിൽ ലൈക്ക് എന്താണ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു അല്ലെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് ടു റെഡ് ആണ്. ഓക്കെ, ബേസസ് ആണെങ്കിലോ ബേസ് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ് സംഭവിക്കാം? യെസ്, റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ദാറ്റ് ഈസ് റെഡ് ടേൺസ് ബ്ലൂ. ഓക്കെ, ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ നോ ചേഞ്ചസ്, കളർ ഓഫ് ദ ടെസ്റ്റ് ട്യൂബിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവില്ല. സോ ഇവിടെ റെഡ് ലിറ്റ്മസ് പേപ്പറാണ് നമുക്ക് തന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? സോ ജസ്റ്റ് ഐഡൻറ്റിഫൈ അല്ലേ, ചെക്ക് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഡ്രോപ്പ് ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെ ഡ്രോപ്പ്, അതായത് ഏത് ടെസ്റ്റ് ട്യൂബാണ് നമുക്ക് അതിലേത് സൊല്യൂഷനാണ് നമുക്ക് അറിയില്ല. സോ നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക അല്ലേ. നമ്മളെങ്ങനെ മാർക്ക് ചെയ്യാം? സോ ഡിസ്റ്റിൽഡ് വാട്ടർ അസിഡിക് സൊല്യൂഷൻ ആൻഡ് ബേസിക് സൊല്യൂഷൻ 3 ടെസ്റ്റ് ട്യൂബാണ്. സോ വി ക്യാൻ മാർക്ക് ABC നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്യാം അല്ലേ. ABC എന്ന് മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. ബട്ട് ഇവിടെ ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ വി കനോട്ട് സീ എന്താണ് കളർ ചേഞ്ചസ് ഒന്നും കിട്ടില്ല. ദെൻ B എടുക്കുകയാണെങ്കിൽ ദർ ഇസ് നോ ചേഞ്ചസ് ആൻഡ് C എടുക്കുകയാണെങ്കിൽ അല്ലെ ബേസിക് സൊല്യൂഷനാണ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോ അത് ലൈക്ക് എന്താണ് കളർ ചേഞ്ചസ് അല്ലേ, റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. സോ ഇത് ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബ്ലൂ ആയിട്ട് മാറും അല്ലേ, ബ്ലൂ ആയിട്ട് മാറും. സോ ദെൻ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇത് ചേഞ്ചസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? അതായത് എയും ബിയും ഡിസ്റ്റിൽഡ് വാട്ടറും ആസിഡിക് സൊല്യൂഷനാണ് നമ്മളെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക? നമുക്ക് വേറെ വഴിയില്ല. നമുക്കിവിടെ ഈ ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. റെഡ് ലിറ്റ്മസ് പേപ്പർ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബേസിക് സൊല്യൂഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ചസ് ടു ബ്ലൂ ഓൺലി ഇൻ ബേസിക് സൊല്യൂഷനാണ്. അസിഡിക്കിലും ബേസിക് ന്യൂട്രൽ സൊല്യൂഷൻ നമുക്ക് ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബേസിക് സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡിസ്റ്റിൽഡ് വാട്ടറും അതുപോലെ അസിഡിക് സൊല്യൂഷൻ ജസ്റ്റ് മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബേസിക് സൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യാം? ന്യൂട്രൽ അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയില്ല ഇതിലേതോ ഒരു സൊല്യൂഷൻ നമ്മൾ ജസ്റ്റ് AB എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തത് ജസ്റ്റ് Cയിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ഓക്കെ, A ആൻഡ് B ജസ്റ്റ് മിക്സ് വിത്ത് C ആണ്. ഓക്കെ, സോ ഞാൻ A ഇവിടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടാം? സെയിം റെഡ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സെയിം ആണ്, ബേസിക് ആണ് അവിടെ ഉള്ളത്. ദർ ഇസ് നോ റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ബേസിക് ഡിസ്റ്റിൽഡ് വാട്ടറായിട്ട് റിയാക്ഷൻ ഒന്നും നടക്കില്ല. സോ നമുക്ക് സെയിം ആണ് അല്ലേ, റെഡ് ടു ബ്ലൂ തന്നെയാണ് കിട്ടുക. സോ നമുക്ക് അവിടെ പറയാം എന്താണിത്? ബേസിക് സൊല്യൂഷൻ്റെ കൂടെ മിക്സ്ഡ് ആയത് ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ബേസിക് സൊല്യൂഷൻ്റെ കൂടെ അല്ലേ, ബേസിക് സൊല്യൂഷൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? യെസ്, അസിഡിക് സൊല്യൂഷനാണ് നമ്മൾ, അതായത് നമുക്ക് റിമൈനിങ് ബാക്കിയുള്ള സൊല്യൂഷൻ അതായത് B നമ്മൾ ബെസ്റ്റ് മിക്സ് ചെയ്യാണ്. B നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബേസിക് ആണ്. സോ ഇത് ആസിഡ് ആണെങ്കിൽ അല്ലേ, ആസിഡ് ആണെങ്കിൽ വി നോ ദാറ്റ് ബേസ് ആൻഡ് ആസിഡ് എന്താണ് ന്യൂട്രലൈസസ് ഈച്ച് അതർ അല്ലേ, ന്യൂട്രലൈസ് ചെയ്യും. സോ നമുക്കൊരു സോൾട്ട് ആണ്, വി ക്യാൻ ഒബ്റ്റെയിൻ സോൾട്ട്. സോ എന്ത് നമുക്ക് മനസ്സിലാക്കാം? സോൾട്ട് ആണെങ്കിൽ ദർ ഈസ് നോ ചേഞ്ചസ്, അതായത് റെഡ് എന്താവില്ല, ഒന്നും ചേഞ്ചസ് ഉണ്ടാവില്ല. റെഡ് ടു ബ്ലൂ ആവത്തില്ല, ഒരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. സെയിം റെഡ് ലിറ്റ്മസ് പേപ്പർ തന്നെ നമുക്ക് കിട്ടും. സോ വി ക്യാൻ ഐഡൻറ്റിഫൈ, ഈ ഒരു വേയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. സോ എന്താണ് ആൻസർ? സോ ഇഫ് ദ കളർ ഓഫ് ദ റെഡ് ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ടു ബ്ലൂ, ദെൻ ഇറ്റ് ഈസ് എ ബേസ്. And if there is no color changes, then it is either acidic or neutral. Thus, basic solution can be easily identified. Okay, so let us mark the 3 test tubes A, B and C. A drop of the solution A is put on the red litmus paper. The same is repeated with the solution B and C. If either of them changes color to blue, അതായത് ഒന്ന് ബ്ലൂ ആയിട്ട് മാറിയിട്ടുണ്ട്,
then it is basic ആണ്. So therefore out of the 3 1 is eliminated. അതായത് 3 ഒന്ന് നമുക്ക് കിട്ടി, ഒന്ന് ബേസിക് ആണെന്ന് മനസ്സിലായി. So out of the remaining 2 any one can be acidic or neutral അല്ലേ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ആണെന്നറിയാം. സോ ആസിഡിക് സൊല്യൂഷൻ അസിഡിക് ആണ്. സോ നൗ എ ഡ്രോപ്പ് ഓഫ് ബേസിക് സൊല്യൂഷൻ ഈസ് മിക്സ്ഡ് വിത്ത് ഡ്രോപ്പ് ഓഫ് ഈച്ച് ഓഫ് ദ റിമൈനിങ് 2 സൊല്യൂഷൻസ്. നമ്മൾ എന്ത് ചെയ്യണം, ബേസിക് സൊല്യൂഷൻ്റെ കൂടെ ഈ റിമൈനിങ് സൊല്യൂഷൻസ് നമ്മൾ സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ഡ്രോപ്പായിട്ട് ആഡ് ചെയ്യാണ്. സോ ഓക്കെ, മിക്സ്ഡ് ഈസ് ചെക്ക് ചെയ്യാം. സോ ഇഫ് ദ കളർ ഓഫ് ദ റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ ആണെങ്കിൽ ദെൻ ദ സെക്കൻഡ് സൊല്യൂഷൻ ഇസ് ന്യൂട്രൽ, ദാറ്റ് ഈസ് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ കളർ, അതായത് ഒരു കളറും ചേഞ്ചസും അവിടെ ഇല്ല, റെഡ് ലിറ്റ്മസ് പേപ്പർ അങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ ദെൻ ദ സെക്കൻഡ് സൊല്യൂഷൻ ഈസ് ആസിഡിക് ആണ്. വൈ? ദിസ് ഇസ് ബിക്കോസ് ആസിഡ് ആൻഡ് ബേസസ് ന്യൂട്രലൈസസ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ദിസ് ഇസ് ബിക്കോസ് ആസിഡിക് ആൻഡ് ബേസിക് സൊല്യൂഷൻ ന്യൂട്രലൈസസ് വിത്ത് ഈച്ച് അതർ. സോ ഹെൻസ് വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അതും ടെക്സ്റ്റിലെ എക്സസൈസ് അല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. വൈ ഷുഡ് കേർഡ് ആൻഡ് സോ സബ്സ്റ്റൻസ് നോട്ട് ബി കെപ്റ്റ് ഇൻ ബ്രാസ് ആൻഡ് കോപ്പർ വെസൽസ്? സോ ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മെറ്റൽസ് റിയാക്ട് വിത്ത് ആസിഡ്സ്. സോ മെറ്റൽ ആസിഡായിട്ട് റിയാക്ട് ചെയ്യും, സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ വിൽ ഫോംഡ്. ഓക്കെ, സോ കേർഡ് ആൻഡ് അതർ സോ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ആസിഡ്സ് ആണ്, റൈറ്റ്? സോ therefore when they are kept in a brass and copper vessels, so the metal react with the acid to liberate hydrogen gases, so and harmful products, thereby spoiling the food, right? So ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ വിച്ച് ഗ്യാസ് ഇസ് യൂഷ്വലി ലിബറേറ്റഡ് വെൻ എൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ? സോ ഒരു ആസിഡ് മെറ്റലായിട്ട് റിയാക്ട് ചെയ്താൽ സോ വിച്ച് ഗ്യാസ് ഇസ് ലിബറേറ്റഡ്? ഷുവർ, എന്താണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ് അല്ലേ. സോ ഇല്ലസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഹൗ വിൽ യു ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് ദിസ് ഗ്യാസ്? സോ ഇവിടെ ഒരു ടെക്സ്റ്റിലുള്ള അതേ ഒരു എക്സ്പെരിമെൻ്റാണ് നമുക്കിവിടെ പിക്ചർ തന്നിട്ടുണ്ട്. സോ ആൻസർ ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഗ്യാസ് ഇസ് യൂഷ്വലി ലിബറേറ്റഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ് ഇസ് യൂഷ്വലി ലിബറേറ്റഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ഓക്കെ, സോ ഇവിടെ എന്താണ് എടുത്തിട്ടുള്ളത്, ടേക്ക് എ ഫ്യൂ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ള എന്താണ്, യെസ്, സിങ്ക് ഗ്രാനുവൽസ് ആണ് അല്ലേ. Take a few pieces of zinc granules, add 5 ml of diluted sulfuric acid, shake it and pass the gas produced in a soap solution. Soap solution lote pass cheya, the bubbles of the soap solution are formed. The soap bubbles contains hydrogen gas. So avade nammal reaction endana, sulfuric acid um zinc um alle namukku kittunnathu zinc sulfate ആണ്, ZnSO4 ആണ്. സോറി, ഇത് തെറ്റാണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ZnSO4 ആണ്. സിങ്ക് സൾഫേറ്റ് ZnSO4 പ്ലസ് എന്താണ്, ഹൈഡ്രജൻ ആണ് നമുക്കിവിടെ ഫോം ചെയ്യാം. ഓക്കെ, സോ H2SO4 പ്ലസ് സിങ്ക്. സോ നമുക്കിവിടെ എന്താ പ്രൊഡക്റ്റ് കിട്ടുന്നത്, ഹിയർ H2SO4 പ്ലസ് സിങ്ക്. സോ ഇവിടെ ബാലൻസ്ഡ് തന്നെയാണ് ഓൾറെഡി. സോ റൈറ്റ് വൺ ആയിട്ട് പറയുകയാണെങ്കിൽ H2SO4 പ്ലസ് സിങ്ക് ഗിവ്സ് ZnSO4 പ്ലസ് H2. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ എന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ നമുക്ക് ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ ആണ്. സോ ഹൗ ക്യാൻ യു ടെസ്റ്റ് ദിസ് ഹൈഡ്രജൻ അല്ലേ, ഹൈഡ്രജൻ ആണ് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? സോ വി ക്യാൻ ടെസ്റ്റ് എവോൾഡ് ഹൈഡ്രജൻ ഗ്യാസ് ബൈ ബേണിംഗ് വിത്ത് പോപ്പ് സൗണ്ട് വെൻ എ കാൻഡിൽ ഇസ് ബ്രോട്ട് നിയർ ദ സോപ്പ് ബബിൾസ്. അതായത് സോപ്പ് ബബിൾസിനടുത്തേക്ക് നമ്മൾ ഒരു കാൻഡിൽ അല്ലേ നമ്മൾ കൊണ്ടുവന്നാൽ, സോ വാട്ട് ഹാപ്പൻ, ഇറ്റ്സ് ബേണിംഗ് ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് പോപ്പ് സൗണ്ട് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫോമിൽ എഴുതുമ്പോൾ കറക്റ്റായിട്ട് ചെയ്താൽ H2SO4 പ്ലസ് സിങ്ക് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, സിങ്ക് സൾഫേറ്റ് ആണ്. സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്നത് ZnSO4 ആണ് പ്ലസ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 3 ആണ്. മെറ്റൽ കോമ്പൗണ്ട് എ റിയാക്ട് വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് effervescence. The gas evolved extinguishes a burning candle. Write a balanced chemical equation for the reaction if one of the compound formed is calcium chloride. So ഇവിടെ തന്ന എന്താണ്, മെറ്റൽ കോമ്പൗണ്ട് എ എന്ന് പറയുന്ന മെറ്റൽ കോമ്പൗണ്ട് അല്ലെ റിയാക്ട് വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ആയിട്ട് റിയാക്ട് ചെയ്തു ടു പ്രൊഡ്യൂസ് എഫർവെസൻസ്. ആക്ച്വലി ഇത് ഗ്യാസ് ആണെന്ന് പറയുന്നത്. ദി ഗ്യാസ് എവോൾഡ് എക്സ്റ്റിങ്വിഷസ് എ ബേണിംഗ് കാൻഡിൽ. സോ നമുക്കറിയാം ഒരു ഗ്യാസ് ബേണിംഗ് കാൻഡിൽ അല്ലെ എക്സ്റ്റിങ്വിഷ് ചെയ്യും അല്ലെ. ഫയർ എക്സ്റ്റിങ്വിഷൻ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ, CO2 ആണ്. സോ അതാണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് മനസ്സിലായി. സോ റൈറ്റ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദി റിയാക്ഷൻ ഓഫ് ദ വൺ ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഈസ് കാൽഷ്യം ക്ലോറൈഡ്. സോ അവിടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ക്ലോറൈഡ് ആണ്. ഈ കാൽഷ്യം ക്ലോറൈഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കറിയാം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാൽഷ്യത്തിൻ്റെ എന്തോ ഒരു കോമ്പൗണ്ടാണ് എ എന്ന് പറയുന്നത് അല്ലേ. യെസ്, കാൽഷ്യത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ് എ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം,
നമുക്ക് ഈ ഒരു റിയാക്ഷൻ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സൊല്യൂഷൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ ലൈക്ക് ഇത് കാൽഷ്യം കാർബണേറ്റിൻ്റെ പകരം നമ്മൾ സോഡിയം Na2CO3 ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. ബട്ട് ഈ എക്സാമ്പിൾ ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. സോ നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷനിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. സോ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് കാൽഷ്യം ക്ലോറൈഡ്. സോ അത് വെച്ചിട്ടാണ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽ കോമ്പൗണ്ട് എ എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. സോ അത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? കാൽഷ്യം ക്ലോറൈഡ്. സോ ഇത് എന്താ നമ്മൾ ഇതിനെ പറയാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മെറ്റൽ കാർബണേറ്റ് അല്ലേ? യെസ്, മെറ്റൽ കാർബണേറ്റും പ്ലസ് ആസിഡും, മെറ്റൽ കാർബണേറ്റ് പ്ലസ് ആസിഡ് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? സാൾട്ട് അല്ലേ? സാൾട്ട് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ആണ്. സോ ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വൈ ഡു HCl ആൻഡ് HCl, HNO3 etc. show acidic character in aqueous solution while solutions of compounds like alcohol and glucose do not show acidic character. So ഇത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ആണ്. So why do HCl, HNO3 etc. show acidic character in aqueous solution while solution of compounds like alcohols and glucose do not show acidic character? So എന്താണ് അതിൻ്റെ ആൻസർ? നമുക്കറിയാം അല്ലേ, കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ HCl, HNO3 എന്താണ്? ഹൈഡ്രജൻ അയോൺസ് അല്ലേ? aqueous solution അറിയാം നമുക്കല്ലേ, എന്താണ്? ആസിഡ് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ഇറ്റ് റിലീസസ് H+ ions. വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ aqueous solution, അപ്പോൾ ഇത് എന്ത് ചെയ്യും? H+നെ റിലീസ് ചെയ്യും. സോ ബട്ട് നമുക്കറിയാം ഗ്ലൂക്കോസും അതുപോലെ തന്നെ ആൽക്കഹോൾ എന്ത് ചെയ്യില്ല? വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ഇറ്റ് ഡസ് നോട്ട് റിലീസസ് H+ ions. സോ H+ ions ആണെങ്കിൽ എന്താണ്? നമുക്കറിയാം അസിഡിക് ക്യാരക്ടർ കാണിക്കും അല്ലേ? യെസ്, ഇവിടെ ആൻസർ പറയാണ് ദ ഡിസോസിയേഷൻ ഓഫ് HCl or HNO3 ടു ഫോം ഹൈഡ്രജൻ അയോൺസ് ഓൺലി ഒക്കർ ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ആണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ അയൺസിനെ ലിബറേറ്റ് ചെയ്യുന്നത്. യെസ്, H+ ions റിലീസ് ചെയ്യുക. H+ ions ഇറ്റ്സ് നോട്ട് എക്സിസ്റ്റ് അലോൺ, ഒറ്റയ്ക്ക് നമ്മൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇറ്റ് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോണിയം അയൺസ്, ദറ്റ് ഈസ് H3O+. Yes, so this is the formula, this is the equation. HCl gives aqueous ആണ്, aqueous means water dissolved ആണ്. So HCl gives H++ Cl-. So H+ does not exist alone, so H++ water gives H3O+, that is hydronium ions. So although aqueous solution of glucose and alcohol contain hydrogen ഉണ്ട്, but these cannot dissociate in water to form hydrogen ions, hence they do not show acidic character, right? So ഈ ഒരു ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? Why does an aqueous solution of an acid conduct electricity? എന്താണ് ആസിഡ് അല്ലേ? aqueous solution of an acid conduct electricity. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ്. നമുക്കറിയാം ആസിഡ് ആസിഡ് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ഇറ്റ് റിലീസസ് H+ ions. അയോൺസ് ആണ് അല്ലെ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി. സോ ആസിഡ് ഡിസോസിയേറ്റഡ് ഇൻ aqueous solution ടു ഫോം അയോൺസ്. സോ ദീസ് അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ദറ്റ് ഈസ് ഹിയർ ആസിഡ് എന്ന് പറയുമ്പോൾ H+ ions പ്രസൻ്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ആസിഡിന് പകരം ബേസ് ആണെങ്കിൽ ദറ്റ് ഈസ് OH- ions പ്രസൻ്റ് ആണ്. OH- ions. സോ അയോൺസ് ആണ് മെയിനായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So why does dry HCl gas not change the color of the dry litmus paper? Actually dry HCl എന്ന് പറയുമ്പോൾ എന്താണ്? It is not releases H+ ions, right? So the color of the dry litmus paper not change the color of the dry litmus paper എന്ന് പറഞ്ഞാൽ എന്താണ്? സോ അത് ഡ്രൈ ആണല്ലേ? ഓക്കെ, സോ ഡ്രൈ HCl നമുക്കറിയാം ഡ്രൈ HCl ഓൺലി കളർ ചേഞ്ചസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഇൻ പ്രസൻസ് ഓഫ് വെറ്റ് ലിറ്റ്മസ് പേപ്പർ, ദാറ്റ് ഈസ് aqueous solution അല്ലേ? റൈറ്റ്. Color of the litmus paper is changed by the hydrogen ions. So dry HCl does not contain H+ ions. So it is only in the aqueous solutions. Okay, aqueous solution അതായത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ വെറ്റ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് H+ റിലീസ് ചെയ്യുള്ളൂ. Okay, so it is only in aqueous solution that an acid is dissociated to give ions. Since in this case neither HCl in the aqueous form nor the litmus paper is wet, so therefore the color of the litmus paper does not change. Is it clear? The next question like po. Okay, the next question 4 ആണ്. Okay, so while diluting an acid, question ഇതാണ്, while diluting an acid, why it is recommended that the acid should be added to water and not water to the acids? So നമുക്ക് എല്ലാവർക്കും അറിയാം ആസിഡ് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? ആസിഡ്
dissolve അല്ലേ യെസ് ആസിഡ് ഇൻ വാട്ടർ ആണ് അല്ലേ യെസ് ഡയലൂട്ടിങ് ഇൻ ആസിഡ് സോ ആസിഡ് ഷുഡ് ആഡഡ് കെയർഫുള്ളി ടു വാട്ടർ ബട്ട് നോട്ട് വാട്ടർ ടു ആസിഡ്സ് സോ ദ ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് സോ എന്താണ് ദ പ്രോസസ് ഓഫ് ഡിസോൾവിങ് ഇൻ ആസിഡ് ഇൻ വാട്ടർ ഇസ് എക്സോതെർമിക് റൈറ്റ് എക്സോതെർമിക് ആണ് സോ ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് ദാറ്റ് ആസിഡ് ഷുഡ് ബി ആഡഡ് ടു വാട്ടർ ഇഫ് ഇറ്റ് ഈസ് ഡൺ അതർ വേ ദെൻ ഇറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ഇത് നമ്മൾ വേറെ തിരിച്ച് ചെയ്യുകയാണെങ്കിൽ ബിക്കോസ് ഓഫ് ദ ലാർജ് എമൗണ്ട് ഹീറ്റ് ജനറേറ്റ് സോ അവിടെ നമ്മൾ പ്രോസസ്സ് തിരിച്ച് ചെയ്യാണ് വാട്ടർ ടു ആസിഡ് ആണെങ്കിൽ എന്താണ് സോ ഇത് എൻഡോതെർമിക് ആണ് ഇറ്റ് ഈസ് ഹൈലി ഡേഞ്ചറസ് ആണ് അല്ലേ ഡേഞ്ചറസ് ആണ് സോ മിക്സർ ഓഫ് സ്പ്ലാഷസ് ഔട്ട് ആൻഡ് കോസസ് ബേൺസ് ഉണ്ടാവും സോ വി മസ്റ്റ് കെയർ ഡ്രോപ്പ് ആയിട്ട് ഇത് കോൺസ്റ്റൻറ്റ് സ്റ്റെയർ ചെയ്തിട്ട് നമ്മൾ വേണം ആഡ് ചെയ്യാൻ ഓക്കെ ഇസ് ഇറ്റ് ക്ലിയർ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് Question 5 ആണ് how is the concentration of hydronium ion affected when the solution of an acid is diluted? So എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഹൈഡ്രോണിയം അയൺസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക നമ്മളൊരു അത് ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയൺ എഫക്റ്റഡ് വെൻ എ സൊല്യൂഷൻ ഓഫ് എൻ ആസിഡ് ഇസ് ഡയലൂട്ടഡ് സോ എന്താണ് സംഭവിക്കുക സോ ആസിഡ് നമ്മൾ ഡയലൂട്ട് ചെയ്യുമ്പോൾ ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ് ആണ് ചെയ്യുന്നത് സോ ദിസ് മീൻസ് ദറ്റ് സ്ട്രെങ്ത് ഓഫ് ദ ആസിഡ് ഡിക്രീസ് ചെയ്യും അല്ലേ നമ്മൾ ഡയലൂട്ട് ചെയ്യുന്നവരും ആസിഡിൻ്റെ സ്ട്രെങ്ത് കുറയാണ് സോ അതുകൊണ്ട് നമുക്ക് പറയാം ആസിഡ് ഇസ് ഡയലൂട്ടഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോണിയം അയൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ് ഓക്കെ ദറ്റ് ഈസ് എ സ്ട്രെങ്ത് ഓഫ് ദ ആസിഡ് ഡിക്രീസ് ഡയലൂട്ട് ആസിഡ് എന്ന് പറയുമ്പോൾ വീക്ക് ആസിഡ് അല്ലേ കുറച്ച് സ്ട്രെങ്ത് കുറവാണ് കോൺസെൻട്രേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് ദാറ്റ് ഈസ് ദ ആൻസർ ഓക്കെ ഈസ് ഇറ്റ് ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സോ ഹൗ ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയൺസ് എഫക്റ്റഡ് വെൻ എക്സസ് ബേസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സോ നമ്മളിവിടെ ഹൈഡ്രോക്സൈഡ് അയൺസ് അല്ലേ എന്താ ചെയ്യാൻ പോകുന്നത് ഡിസോൾവ് ചെയ്യാണ് സോ ഡിസോൾവ് ചെയ്യുന്നത് എവിടെയാണ് ആക്ച്വലി നമ്മൾ സൊല്യൂഷൻ അതായത് വെറും വാട്ടറിലേക്കല്ല നമ്മൾ ആഡ് ചെയ്യുന്നത് സോ എന്താണ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലേ സോ ഓൺലി സൊല്യൂഷൻ അല്ല ജസ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുന്നത് സോ അവിടെ എന്താണ് സോ ഓൾറെഡി സോഡിയം ഹൈഡ്രോക്സൈഡ് കണ്ടെയ്ൻ OH മൈനസ് റൈറ്റ് Na+ ഉണ്ടാവും OH മൈനസും ഉണ്ടാവും സോ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്സൈഡ് ions would increases when excess base is dissolved in a solution of sodium hydroxide അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻ ഓൾറെഡി എന്തുണ്ട് OH മൈനസ് അയൺസ് പ്രസൻ്റ് ആണ് സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയൺസ് വുഡ് ഇൻക്രീസസ് നമ്മൾ ഹൈഡ്രോക്സൈഡ് അയൺസ് ആഡ് ചെയ്യുന്നത് എവിടെയാണ് ഡിസോൾവ് ചെയ്യുന്നത് എവിടെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലൊക്കെയാണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നത് സോ നമ്മൾ എന്താണ് കോൺസെൻട്രേഷൻ കൂടുതലേ ചെയ്യുന്നത് യെസ് സോ ദ ആൻസർ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്സൈഡ് അയൺസ് വുഡ് ഇൻക്രീസസ് വെൻ എക്സസ് ബേസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പോൾ ഈ ഒരു ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഹാവ് 2 സൊല്യൂഷൻസ് എ ആൻഡ് ബി ദ പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് pH of the solution A is 6 ആണ് യെസ് A is 6 and pH of the solution B is 8 ആണ് ഓക്കെ വിച്ച് ഓഫ് ദ സൊല്യൂഷൻ ഹാസ് മോർ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ സോ വിച്ച് ഓഫ് ദിസ് അസിഡിക് വിച്ച് ഓഫ് ദിസ് ബേസിക് നമുക്കറിയാം pH എന്ന് പറയുന്നത് അല്ലേ pH എന്ന് പറയുന്നത് 7 ആണെങ്കിൽ യെസ് 7 ആണെങ്കിൽ എന്താണ് ന്യൂട്രൽ ആണ് യെസ് ലെസ് ദാൻ 7 ആണെങ്കിൽ എന്താണ് അസിഡിക് ആണ് യെസ് അസിഡിക് ആണ് ദറ്റ് ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ എന്താണ് ബേസിക് ആണ് യെസ് റൈറ്റ് സോ ഇവിടെ നമുക്ക് ആൻസർ നമുക്ക് ഈസി ആയിട്ട് പറയാം എന്താണ് A6 then A6 ആണെങ്കിൽ എന്താണ് ലെസ് ദാൻ 7 ആണ് സോ ദിസ് ഇസ് എന്താണ് ആസിഡ് ആണ് ആൻഡ് B7 മീൻസ് ഗ്രേറ്റർ ദാൻ 7 സോ ദിസ് ഇസ് ബേസിക് സോ നമുക്ക് എങ്ങനെ പറയാം pH value of less than 7 indicates the acidic solution while greater than 7 indicates the basic solution. Therefore the pH with the pH 6 the solution with the pH is equal to 6 that is acidic and has more hydrogen ion concentration than the solution pH is equal to 8 which is basic. Okay, is it clear? The next question like next question or in the what effect does the concentration of H plus ions have in a nature of the solution? What effect does the concentration of H plus have on the nature of the solution? H plus ions വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് നമ്മൾ പറയാം the concentration of H plus ions, right? The concentration of H plus ions varies the effect of the nature of the solution, right? Like concentration H plus ions മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ നേച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ H plus ions കൂടുതലാണ് നമുക്ക് എന്ത് പറയാം യെസ് ഇറ്റ് ഈസ് ആസിഡിക് കുറവാണെങ്കിൽ നമുക്ക് ബേസിക് ആണെന്ന് പറയാം സോ ദ കോൺസെൻട്രേഷൻ ഓഫ് H plus ions can have varied effect on the nature of the solution. With an increase in H plus ion concentration the solution become more acidic while a decrease of the H plus ion causes
ആൻഡ് ഇൻക്രീസ് ഇൻ ദ ബേസിസിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ദാറ്റ് ഈസ് OH മൈനസ് അയൺസ് ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, ഡിക്രീസിങ് H+ മീൻസ് ഇൻക്രീസിങ് OH മൈനസ് അയൺസ് കോൺസെൻട്രേഷൻ, റൈറ്റ്? സോ നേച്ചർ എന്ന് പറയാൻ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സജഷൻ കൊടുക്കുക. എങ്ങനെ പറയാം? ഇൻക്രീസിങ് H+ അയൺസ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ ദ സൊല്യൂഷൻ ബിക്കം മോർ ആസിഡിക്. വേണമെങ്കിൽ തിരിച്ചും പറയാം, ഡിക്രീസിങ് H+ അയൺസ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ഈസ് ബേസിക്. ഇസ് ഇറ്റ് ക്ലിയർ? സെയിം ഇതുപോലെ തന്നെ നമുക്ക് OH മൈനസ് അയൺസിൻ്റെയും ചോദിക്കാം ക്വസ്റ്റ്യനിൽ. OH മൈനസ് അയൺസ് ആണെങ്കിൽ നമുക്ക് പറയാം മോർ OH മൈനസ് അയൺസ് ആണെങ്കിൽ ദാറ്റ് ഈസ് ബേസിക് ആണ്, ലെസ് ആണെങ്കിൽ ആസിഡിക് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. So the next question, do basic solution yes, do basic solution also have H+ ions? If yes, then why are these basic? Okay, do basic solution also have H+ ions? If yes, then why are these basic? So എസ് ആണെങ്കിലാണ് നമ്മൾ പറയേണ്ടത്. സോ ഡു ബേസിക് സൊല്യൂഷൻ ആൾസോ ഹാവ് H+ അയൺസ്. ബേസിക്കലി H+ അയൺസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. യെസ്, ബേസിക്കലി H+ അയൺസ് ഉണ്ട്. ആക്ച്വലി നമുക്കറിയാം ബേസിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ OH മൈനസ് ഉണ്ടെങ്കിലും സോ ഇറ്റ് കണ്ടെയ്ൻ സൊല്യൂഷൻ, റൈറ്റ്? H+ ഉണ്ടാവും, OH മൈനസും ഉണ്ടാവും. വാട്ടർ കണ്ടെയ്നിങ് OH അല്ലേ, H+ ആൻഡ് OH മൈനസ്. വാട്ടർ മീൻസ് H2O. H2O എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? H+ ഉണ്ടാവും, OH മൈനസ് ഉണ്ടാവും. ബട്ട് മോർ ക്വാണ്ടിറ്റി എന്താണ്? ബേസിക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ OH മൈനസ് ആണ് കൂടുതൽ. യെസ്, സോ H+ൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ദാറ്റ് ഈസ് ആൻസർ. സോ ഇവിടെ കൊടുത്ത എന്താണ് ആൻസർ? എന്താണ് കൊടുത്തിട്ടുള്ളത്? യെസ്, do basic solution also have H+ ions? Yes, the basic solution also have H+ ions. However, their concentration is less as compared to the concentration of OH minus ions. That makes the solution is basic. അതായത് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അതെന്താണ്? അതിൽ H+ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ബട്ട് H+ പ്രസൻ്റ് ആണ്. ഓക്കെ, ബട്ട് മോർ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ ക്വസ്റ്റ്യൻ നമ്പർ 4. Under what soil condition do you think a farmer would treat the soil of his field with a quicklime or slacked lime, okay, or chalk? സോ ഇതൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്? സോ ഏത് കണ്ടീഷനിലാണ് ഫാമർ യൂസ് ചെയ്യുക സോയിൽ? ഏതൊക്കെ, അതായത് ഏത് കണ്ടീഷനാണ് ആ സോയിൽ, ഏത് കണ്ടീഷനാണ് ആ കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ആസിഡിക് ആണോ അല്ല ബേസിക് ആണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഹൗ വുഡ് യു ട്രീറ്റ് ദി സോയിൽ ഓഫ് ഹിസ് ഫീൽഡ് വിത്ത് ക്യുക്ക് ലൈം തന്നിട്ടുണ്ട്, കാൽഷ്യം ഓക്സൈഡ്. സ്ലാക്കഡ് ലൈം തന്നിട്ടുണ്ട്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ചോക്ക്, കാൽഷ്യം കാർബണേറ്റ്. സോ ഈ തന്ന ഈ 3 എന്താണ്? ആക്ച്വലി നമുക്ക് തന്നൊക്കെ എന്താണ്? ബേസിക് ആണ്, റൈറ്റ്? സോ ബേസിക് ആണ്. സോ ഏത് കണ്ടീഷനിലാണ് ഇത് അപ്ലൈ ചെയ്യാം? Yes, answer എന്താ പറയുന്നത്? if the soil is acidic, yes, if the soil is acidic and improper of cultivation, yes, then to increase the basicity of soil, so the farmer would treat the soil with a quicklime or slacked lime or chalk. Is it clear? അതായത് നമുക്ക് സോയിൽ കണ്ടീഷൻ എന്താണ്? അസിഡിക് ആണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ കാൽഷ്യം ഓക്സൈഡും അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡും കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്യുക. അതെന്താണ്? കാൽഷ്യം ക്യുക്ക് അല്ലേ, സ്ലാക്കഡ് ലൈം, അത് ചോക്ക്. സോ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? സോയിൽ അസിഡിക് നേച്ചർ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ സോയിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് ആണ്.